നാടൻ റെസിപ്പി കാണുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ പെട്ടെന്നൊരു കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാലഡാണ്. സാലഡിന് ആവശ്യമായ സാധനങ്ങൾ തൈര്, ഒരു സബോള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു സാലഡ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് ആദ്യം നമ്മൾ തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തൈരിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ചെറുതായിട്ട്, ഒരു തക്കാളി എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സബോള അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് നമുക്ക് ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കട്ട തൈര് വേണം, എങ്കിലേ സാലഡ് ശരിയാവത്തുള്ളൂ. ഈ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില എല്ലാം ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ തൈരുമായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ പെട്ടെന്നൊരു കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ, ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സാലഡാണിത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ വേഗം ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതൊരു നല്ല റെസിപ്പിയാണ്. വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റുമാണ്. ശരീരത്തിനൊക്കെ നല്ല ഷുഗറുകാരൊക്കെ ഇത് കഴിക്കാനും, ഷുഗറുകാർക്കൊക്കെ ഇത് നല്ലതാണ് കഴിക്കാനൊക്കെ. സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നത്, തൈരിൽ സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു.